പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തിരുവചനത്തിൽ നിന്ന് കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ അതിൻ്റെ ഒരു മേജർ ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു ജങ്ഷറിലാണ് നമ്മൾ ഇന്ന് ഈ രാത്രികാലം വന്ന് നിൽക്കുന്നത്. ഇതുവരെയുമുള്ള പൗലോസ് റോമാലേഖനത്തിൽ അറിയിച്ചിരിക്കുന്നതായ പൗലോസിൻ്റെ വാക്കുകളെല്ലാം ഒത്തിരി ന്യായപ്രമാണത്തെയും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പിന്നാലെ പോകുന്ന യഹൂദ സമൂഹത്തെയും പാപത്തിൽ ജീവിക്കുന്നവരെയും പാപത്തിൻ്റെ പ്രകൃതമുള്ളവരെയും ഒക്കെ വളരെ കർശനമായിട്ട് അതിനെ വിമർശിക്കുകയും അതിനോടുള്ള തൻ്റെ പ്രതിരോധം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വാക്യങ്ങളും അധ്യായങ്ങളുമൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയും പറഞ്ഞതിനകത്ത് വളരെ ഒരു കാഠിന്യമേറിയ വളരെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ ഉപദേശത്തിൻ്റെ കാഠിന്യം നിമിത്തമായി അല്ലെങ്കിൽ അതുപോലെ വളരെ ഹാർഷായിട്ടുള്ള ഒരു ലാംഗ്വേജ് പൗലോസ് ഉപയോഗിക്കുന്നത് നമ്മൾ പൊതുവേ നമ്മൾ കണ്ടു. നമ്മുടെ ബൈബിൾ സ്റ്റഡി പഠന മേഖലയിലും നമ്മളത് കേട്ടതാണ്. കാരണം നമ്മളെ വളരെ 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 സ്ട്രിക്റ്റായിട്ടുള്ള ഒരു സെൻസിലാണ് പൗലോസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ നമ്മളെ ഇനി ഒത്തിരി ആശ്വസിപ്പിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തിരി സ്തോത്രം ചെയ്യാൻ കഴിയുന്നതായ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പൗലോസ് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് 21-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ പാപത്തിൽ ജീവിച്ച വ്യക്തി, ന്യായപ്രമാണത്തിൻ്റെ അതിൻ്റെ ചട്ടക്കൂടിൻ്റെ പിന്നാലെ പോയ വ്യക്തി, those who are been living under the bondage of law, those who were living under the bondage of sin, those who were deprived because of their sinful act and sinful doings. ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു വന്നത്. So now Paul is making a clear distinction of a person who has been new created. ദൈവത്താൽ പുതിയ സൃഷ്ടിയാക്കപ്പെട്ട, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലമായി പുതിയ സൃഷ്ടിയാക്കപ്പെട്ട, ദ റിയാലിറ്റി ഓഫ് എ മാൻ ഹൂ ഈസ് ബീൻ ന്യൂ ക്രിയേറ്റഡ്, പുതുതായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് പൗലോസ് നമ്മെ കൊണ്ടുപോവുകയാണ്. സോ ടുഡേ വി വിൽ ബി ട്രൈങ് ടു ഡിസ്കസ് ഓൺ ദി ടോപ്പിക് ഓർ ഓൺ ദി തീം ദ ന്യൂ മാൻ, പുതിയ മനുഷ്യനെ കുറിച്ച്. സോ ഇതുവരെ നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെയും ഇറ്റ് വാസ് മോർ കണക്റ്റഡ് വിത്ത് ദി ഡിപ്രൈവ്ഡ് മാൻ, ദ സിന്നർ, those who were been under the bondage of sin, under the bondage of the rituals, under the bondage of law, etc. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് വന്നതെങ്കിൽ, so Paul is now giving a new shift in his thought, that is he is trying to say what is the nature of a saved man. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവം എന്താണ്? എനിക്ക് ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ഒത്തിരി ആവേശം തോന്നാറുണ്ട്. കാരണം വെൻ വി റിലേറ്റ് അവർ സെൽഫ് വിത്ത് ദീസ് വേഴ്സസ്, നമ്മൾ ഈ വാക്യങ്ങളുമായിട്ട് നമ്മെ തന്നെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, ആ പ്ലേസിലേക്ക് നമ്മെ ഒന്ന് കാണുമ്പോൾ നമ്മൾ എത്രമാത്രം ഭാഗ്യം ചെന്നവരാണ്, ഹൗ പ്രിവിലേജ്ഡ് വി ആർ, ഹൗ റിയലി ബ്ലെസ്ഡ് വി ആർ എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. So, new creation creature that Jesus makes when he saves the sinner. പുതിയ അല്ലെങ്കിൽ ഒരു പാപിയെ രക്ഷിക്കുമ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നതിനെ കുറിച്ച് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. സോ ലെറ്റ് മീ ജസ്റ്റ് സ്ലോലി എൻ്റർ ഇൻ ടു ദി കീ ഏരിയാസ്. സോ 3-ാമത്തെ അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രികാലം നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ സീ, ഹി മീൻസ് ദ പേഴ്സൺ ഹു വാസ് സിന്നർ. ഹി ഇൻക്ലൂഡ്സ് ഷീ ഓൾസോ. അത് ചിന്തിക്കരുത് പുരുഷന്മാർ മാത്രമാണ്. നോ, ഹി ഓൾസോ ഇൻക്ലൂഡ്സ്, ഇറ്റ് ഇസ് ഇൻക്ലൂസീവ്. ദ ഹ്യൂമൻ ബീങ് ഈസ് എ റിഡീംഡ് മാൻ, അല്ലെങ്കിൽ എ പേഴ്സൺ ഈസ് എ റിഡീംഡ് പേഴ്സൺ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ ലാംഗ്വേജ് കുറച്ചുകൂടെ മസ്കുലൈൻ ലാംഗ്വേജിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് സ്ത്രീകളെ അതിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരവും എന്നൊക്കെ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ സഹോദരന്മാർക്ക് വേണ്ടിയല്ല, ഇറ്റ്സ് ഫോർ എവ്രി വൺ. സോ ദ ബൈബിൾ ലാംഗ്വേജ് കീപ്സ് എ മസ്കുലൈൻ ടെർമിനോളജി ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം എ പാട്രിയാർക്കൽ ബാക്ക്ഗ്രൗണ്ട്. അത് ആ നിലയിലാണ്. സോ മേ ബി ദ ടേംസ് ആർ വെരി ഇൻ എ മസ്കുലൈൻ ജെൻഡറിലാണ് പറയുന്നത്. ബട്ട് എനിവേ ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓൾവേസ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുമ്പോൾ ഹി എന്ന് ഉദ്ദേശിക്കുന്നു, മാൻ എന്ന് ഉദ്ദേശിക്കുന്നു, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ വിമൻ ആർ എക്സ്ക്ലൂഡഡ്.
അവിടെ എല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഇവിടെ പൗലോസ് പറയുന്നത് ദ പേഴ്സൺ ഹു ഈസ് ബീൻ സേവ്ഡ് ആസ് എ ന്യൂ ക്രിയേഷൻ, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകതയാണ് ഹീ ഈസ് എ റിഡീംഡ് മാൻ, വീണ്ടെടുക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതാണ് തൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദാറ്റ് സീംസ് ക്വൈറ്റ് നാച്ചുറൽ, നമ്മെ സംബന്ധിച്ച് സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മളത് കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. മേ ബി ഡസ് നോട്ട് മൂവ് അസ്, നമ്മളെ ഒത്തിരി അങ്ങ് ചലിപ്പിക്കത്തില്ല. പക്ഷേ എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇവിടെ 21-ാമത്തെ വാക്യം തുടങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോഴോ, ദാറ്റ്സ് എ കൈൻഡ് ഓഫ് എ വേർഡ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബട്ട് നൗ അപ്പാർട്ട് ഫ്രം ദ ലോ the righteousness of God has been manifested. അപ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വരെ ഇങ്ങനെ മനുഷ്യനെക്കുറിച്ച് പറയാൻ പറ്റുന്ന പാപത്തിൻ്റെ വലിയ ഭാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ നമ്മളെ അങ്ങ് ഡിസ്കറേജ് ചെയ്യുന്ന പോലൊക്കെയാണ് പൗലോസിൻ്റെ വാക്കുകളെങ്കിൽ 21 വരുമ്പോൾ പൗലോസിൻ്റെ ടോണൊന്ന് മാറ്റിയിട്ട് പറയാണ് ബട്ട് നൗ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സോ ദാറ്റ് വേർഡ് ബട്ട് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് തിങ്. ആ ബൈബിളിലൊക്കെ പലയിടങ്ങളിലും ഈ അതുപോലുള്ള കൺജക്ഷൻ വേർഡ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും വായിച്ച് വിടുമെങ്കിലും ആ കൺജക്ഷൻ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടോട്ടലി ഒരു ഷിഫ്റ്റിനെ കുറിച്ച് കാണിക്കുന്ന ഒരു വേർഡാണ്. ബട്ട് അല്ലെങ്കിൽ ദെയർഫോർ എന്നൊക്കെ പറഞ്ഞ ചില വേർഡ്സ് ബൈബിളിലെ പല ഭാഗങ്ങളിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റിയലി ഒരു തിയോളജിക്കലി ഉള്ള അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള വലിയ ലോഡുള്ളൊരു വാക്കാണ് ബട്ട് അല്ലെങ്കിൽ ദെയർഫോർ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം ഈ എത്ര വലിയ വാതിലാണെങ്കിലും അതിൻ്റെ താഴും അതിൻ്റെ തുറക്കാനുള്ള ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പ്രൈസ് ദി ലോർഡ്, അല്ലേ? വലിയൊരു ജയിലിൻ്റെ വലിയൊരു ഇരുമ്പ് ഗേറ്റാണെന്ന് പറഞ്ഞാലും തുറക്കാനുള്ള ആ ഹിഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിനകത്തോട്ടൊരു താക്കോലിട്ട് തിരിക്കുമ്പോൾ പരിപാടി തുറന്നു വരും. എന്നതുപോലെ ഈ മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളും വലിയൊരു ഡോറ് പോലാണെങ്കിലും ദ വേർഡ് ബട്ട് which is used here is like a key. നമുക്ക് ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കയറാനുള്ളൊരു ഒരു വാക്കായിട്ട് പൗലോസിൻ്റെ പദങ്ങൾ വളരെ ശക്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കാനായിട്ട് ഇടയായിത്തീരും. സോ എ ലാർജസ്റ്റ് ഡോർ ക്യാൻ ടേൺ ഓൺ റിലേറ്റീവ്ലി ഫ്രം എ സ്മോൾ ഹിഞ്ച്. ഒരു ചെറിയ താഴുകൊണ്ടോ ചെറിയൊരു കിഴുത്ത കൊണ്ടോ ചെറിയൊരു കപ്പാസിറ്റി തന്നെ വലിയ വാതിൽ വരെ തുറക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. ഒരു ചെറിയ താഴാണെങ്കിലും വലിയ ഹെവി ആയിട്ടുള്ളൊരു ഡോറിനെ തുറക്കുക എന്നതുപോലെ 21 തുടങ്ങുന്ന ബട്ട് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അല്ലെങ്കിൽ മലയാളത്തിൽ ഇപ്പോഴോ എന്ന് പറയുന്ന വാക്ക്. സോ ഇവിടെ പറയുന്ന ഒരു കാര്യം, the one who is redeemed man, he has experienced 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. he has experienced faith. അദ്ദേഹത്തിന് രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിശ്വാസമായിരുന്നു. അതല്ലേ അവിടെ വായിക്കുന്നത്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൽ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, മാൻ വാസ് അണ്ടർ എ ബിഗ് പ്രോബ്ലം, ദാറ്റ് ഇസ് സിൻ. ഹി വാസ് എ സിന്നർ. മനുഷ്യൻ ഒരു പാപിയായിരുന്നു എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്നതായിട്ടുള്ളതോ വിസ ഇരിക്കുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ രോഗിയായിരിക്കുന്നത്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഓർ എ ബിഗ് പ്രോബ്ലം ആസ് എ ഹ്യൂമൻ ബീങ്. നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പാപിയായിരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാപികളായിരുന്നു എന്നുള്ളതാണ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഹ്യൂമൻ ഹാസ് ഫേസ്ഡ് എവർ. അതിനപ്പുറത്തേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട മറ്റെന്ത് പ്രശ്നവും. So man has a very big problem that he was a sinner. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ he was a lost person. അവിടെ ആ പദം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. 23-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. For all have sinned and fall short of the glory of God.
ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. സോ ദാറ്റ് വാസ് എ റിയൽ പ്രോബ്ലം ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ നഷ്ടപ്പെട്ടു. ആദാമ്യ വർഗം, ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ദൈവം അവനെ പ്രത്യേകമായ ദൈവിക തേജസ്സിനാൽ ആദാമിനെയും ഹൗവയും പൊതിഞ്ഞു. എന്നാൽ എപ്പോഴാണോ ആദാമും ഹൗവയും പാപം ചെയ്തത്, തൻ്റെ ദൈവിക തേജസ് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സോ ദാറ്റ് മാർക്ക്ഡ് ആസ് എ ക്ലിയർ ഡിപ്പാർട്ടേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അകലുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയായിരുന്നു ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഹി ഹാഡ് ബീൻ കം ഷോർട്ട് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ തേജസ് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ദൈവ തേജസ് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൗ ഹി റീഗെയിൻഡ് ദാറ്റ് ഗ്ലോറി, അതിന് ഉള്ള ഒരു പ്രത്യേക പദമാണ് പൗലോസ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഇറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത്. Praise the Lord. Placing faith in his son. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് we were able to reclaim the lost glory. Praise the Lord. നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ, പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തേജസ്, പ്രൈസ് ദി ലോർഡ്, അത് തിരികെ ലഭിക്കാനായിട്ട് ഇടയായി തോന്നും. അവിടെ ഒരു പ്രത്യേക പദം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ വളരെ പ്രചോദിപ്പിക്കുന്നതാണ്. വിശ്വസിക്കുന്ന എല്ലാവർക്കും. It is no matter that you are coming from a different background, different religion, different region, different country, or from a different context, whatever it may be. ദൈവത്തിൻ്റെ വചനം പറയുന്നു എല്ലാവർക്കും. ഇവിടെ റോമാലേഖനത്തിലായി എല്ലാവരും എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഇതുവരെയും റോമാലേഖനത്തിൻ്റെ തുടക്കം മുതൽ ഈ അധ്യായത്തിൻ്റെ ഈ വാക്യത്തിന് തൊട്ട് മുന്നിൽ വരെ പോളിങ്ങനെ യഹൂദന്മാരെ അങ്ങ് വളരെ കർശനമായ യഹൂദന്മാരെ അങ്ങ് അടിച്ചവരെ അങ്ങ് ഒതുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യഹൂദന്മാരെ ക്ലെയിം ചെയ്യുന്ന അവരുടെ ചില വിശ്വാസങ്ങൾ, അതിനെല്ലാം വളരെ ശക്തമായി എതിർക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്ന ആ വാക്ക് എല്ലാവർക്കും എന്ന് അവരെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. യഹൂദന്മാർക്ക് വേണ്ടിയല്ല, ജാതികൾക്കും ആർക്കാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷ. പ്രൈസ് ദി ലോർഡ്. unto all. സോ യേശുവിനെ വിശ്വസിക്കുക എന്ന ഒറ്റ റീസണാണ് മനുഷ്യനെ റിഡീം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. Can you just praise God for that single thing? Praise the Lord. ദൈവത്തെ യേശുവിനെ വിശ്വസിച്ചു. തൻ്റെ ഏകജാതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, in order to redeem the human person, in order to redeem the humanity, God has sent his son Jesus Christ into this world. You and I just believed. അത് വിശ്വസിച്ചത് മാത്രമാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ റെഡീമാകാനായി, രക്ഷിക്കപ്പെടാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ പദം ഞാൻ അടുത്തൊരു ഭാഗം പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. സോ ദ സിംഗിൾ ടേം വിച്ച് മേ നോട്ട് ബി ഹാവിങ് സച്ച് എ സിഗ്നിഫിക്കൻസ്, ബട്ട് ദാറ്റ് ഈസ് റിയലി എ സിഗ്നിഫിക്കൻറ്റ് തിങ്. വിശ്വാസം. യേശുവിൽ വിശ്വസിച്ചു, യേശുവിൽ നാം നമ്മുടെ വിശ്വാസം അർപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സോ the person was redeemed. A new creation in Jesus Christ was redeemed because he had gone through an experience of faith. വിശ്വാസം ജീവിതത്തിലൂടെ സഞ്ചരിച്ചു. വിശ്വാസം ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു വ്യക്തിയുമില്ല, എല്ലാവരും വിശ്വാസം ദൈവതേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ the one who believed in Jesus Christ got that redemption. അടുത്തൊരു കാര്യം, അതിൻ്റെ എംഫസിസ് കുറച്ചുകൂടെ കൂട്ടുന്ന കാര്യമാണ് അടുത്തത് പറയുന്നത്. ദ റിഡീംഡ് മാൻ ഹാസ് എക്സ്പീരിയൻസ്ഡ് എ ഫ്രീഡം. പ്രൈസ് ദി ലോർഡ്. ആ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി, he has undergone an experience of freedom. 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ബീങ് ജസ്റ്റിഫൈഡ് ആസ് എ ഗിഫ്റ്റ് ബൈ ഹിസ് ഗ്രേസ് ത്രൂ ദി റിഡംഷൻ വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പദം നമ്മൾ കാണുന്നു. That is coming under the
ഇമ്പോർട്ടൻറ്റ് ടേം കോൾഡ് ഫ്രീഡം. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റിഫൈ, നീതീകരിക്കപ്പെട്ടു. രണ്ട്, റിഡംഷൻ, പ്രൈസ് ദി ലോർഡ്, അതായത് വീണ്ടെടുക്കപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് നീതീകരിക്കപ്പെടുന്നതും വീണ്ടെടുക്കപ്പെടുന്നതും. മലയാളത്തിൽ വായിക്കുന്നത് അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പദം. ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് ടു ബി അഡ്രസ്ഡ് അറ്റ് ദിസ് വേഴ്സ്. അതായത് ജസ്റ്റിഫൈഡ് ആൻഡ് റിഡീംഡ്, റിഡംഷൻ, പ്രൈസ് ദി ലോർഡ്. ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടേം. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇൻ വൺ ടേം ഇഫ് ഐ സേ ഡിക്ലെയറിങ് വൺ ആസ് നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തവനാണെങ്കിൽ എന്നെ വാസ്തവത്തിൽ തെറ്റിനനുസരിച്ച് എനിക്കൊരു ശിക്ഷ ലഭിക്കണം. സോ കൺസിഡറിങ് ദാറ്റ് പേഴ്സൺ ആസ് ഡിക്ലെയറിങ് ദാറ്റ് പേഴ്സൺ ഹാസ് ബീൻ നോട്ട് കമ്മിറ്റഡ് എനി ഗിൽട്ട് എന്ന് പറയുന്നതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രമാദമായ പല കേസുകളും നമുക്ക് പത്രമാധ്യമങ്ങളിലും നാട്ടിലും വിദേശങ്ങളിലൊക്കെ നടന്നിട്ടുള്ള പ്രമാദമായ കേസുകളെക്കുറിച്ച് നമുക്കറിയാം. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ഞാൻ അതിന് പേരെടുത്തൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ വിചാരിച്ചോ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള വളരെ പ്രമാദമായ ക്രിമിനൽ കേസ് വേർ ദ പേഴ്സൺ വാസ് കൺവിക്റ്റഡ് ആസ് എ ക്രിമിനൽ. അങ്ങനെ ഒരു വ്യക്തി ക്രിമിനലാണ് എന്ന് കോടതിക്ക് വ്യവഹാരം ചെയ്യുന്ന പോലീസുകാർക്കും എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കുക. പ്രൈസ് എനിബഡി നമ്മൾ പത്രത്തിൽ വളരെ സീരിയസ് ആയിട്ട് വായിച്ചിട്ടുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ വളരെ സീരിയസ് ആയിട്ട് വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി. സോ എവ്രി വൺ ഈസ് കൺസിഡേർഡ് ദാറ്റ് പേഴ്സൺ ഈസ് എ റിയലി എ കൺവിക്റ്റഡ് പേഴ്സൺ. നമുക്കറിയാമല്ലോ, പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ മാധ്യമ വിചാരണയും നമ്മൾ തന്നെ വ്യക്തിപരമായി വിചാരണ ചെയ്യുന്ന പല കേസുകൾ നമ്മുടെ അറിവിലും വായനയിലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ പറയും, നല്ല കടുത്ത ശിക്ഷ തന്നെ ആക്ക് കിട്ടണം, അത്രയ്ക്ക് ക്രൂരതയാണ് ചെയ്തത്, അത്രയ്ക്ക് ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തത്, ഒരു വധശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല, നല്ല കടുത്ത ശിക്ഷ തന്നെ വേണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ചില കേസുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ നമ്മൾ പത്രം എടുത്ത് വായിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ, ടി വി ഓൺ ആക്കിയപ്പോൾ വന്ന ഫ്ലാഷ് ന്യൂസ് ഇതാണ്: ദാറ്റ് പേഴ്സൺ ഈസ് ഡിക്ലെയർഡ് ആസ് എന്താണ്, ജസ്റ്റിഫൈഡ്, വെറുതെ വിട്ടിരിക്കുന്നു. കോടതി നിരുപാധികം ആ വ്യക്തിയെ വെറുതെ വിട്ടിരിക്കുന്നു. The court is declaring that this person has not committed any crime, and the court is declaring that this person has been free from any of the kind of crimes that has been put upon him. ആ ഒരു വ്യക്തിയുടെ മേൽ കൊണ്ടുവരുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ്, അതൊന്നും ശരിയല്ല. The court is making a declaration that this person is justified. Praise the Lord. നമ്മളൊക്കെ എന്നാലും അയ്യോ മൂക്കത്തെ വെച്ചു, എന്നാലും അതെങ്ങനെ സംഭവിച്ചു? ആ വ്യക്തി ഉറപ്പായിരുന്നു ഇതിനകത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിരുന്നു. എല്ലാവരും വിശ്വസിച്ചിരുന്നത് ആ വ്യക്തിക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തിക്ക് ലഭിക്കേണ്ട ശിക്ഷ പൂർണ്ണമായി മാറ്റിയിട്ട് നിരുപാധികം, വിത്തൗട്ട് എനി ട്രയൽ, വിത്തൗട്ട് എനി കൺവിക്ഷൻ, ഹി ഈസ് ബീൻ ഡിക്ലെയർഡ് ആസ് നോട്ട് കമ്മിറ്റഡ് എനി ക്രൈം ഓർ ഡിക്ലെയർഡ് നോട്ട് ആസ് ഗിൽറ്റി. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് വാസ്തവത്തിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാരണവശാലും രക്ഷപ്പെടേണ്ടിയവരല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും വി ആർ നോട്ട് വർതി ടു ബി ഡിക്ലെയർഡ് ആസ് ജസ്റ്റിഫൈഡ്. നമ്മൾ ചെയ്ത പാപം, അതായത് മനുഷ്യൻ റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യും? ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവ തേജസ് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. എവ്രി വൺ ഹാസ് ബീൻ സീൻ. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പറഞ്ഞു വന്നിരുന്നതും അത് തന്നെയാണ്. മനുഷ്യരെല്ലാം, യവനനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു. സോ ഡയറക്ട്ലി വി വെയർ റിയലി എ സിന്നർ. നമ്മൾ പാപികളായിരുന്നു. എത്ര കുടുംബശ്രേഷ്ഠത മഹിമയും പറഞ്ഞെന്ന് പറഞ്ഞാലും വി വെയർ സിന്നേഴ്സ്. അപ്പോൾ there was no any single chance
that we could be escaped from the crime or escaped from the guilt that we had in our life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാരണവശാലും പാപമില്ലാതിരിക്കാനുള്ള യാതൊരു ക്രെഡിബിലിറ്റിയും നമുക്ക് പറയാനില്ല. ബട്ട് യേശുവിൽ വിശ്വസിച്ചത് നിമിത്തമായി നമ്മുടെ പാപം ഇല്ലാതെയായി, ആൻഡ് വി ആർ ഡിക്ലെയർഡ് ആസ് ജസ്റ്റിഫൈഡ് എന്ന് പറയുമ്പോൾ അതിനെയാണ് വാസ്തവത്തിൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. എന്നെയും നിങ്ങളെയും, പ്രൈസ് ദി ലോർഡ്, ഞാനും നിങ്ങളും പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന നമ്മളെ കർത്താവ് നീതീകരിച്ചു. ഹി ഡിക്ലെയർഡ് ദാറ്റ് വി ആർ നോട്ട് ഹാവിങ് ഗിൽറ്റി. ബിക്കോസ് അതിന് നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും ലക്ഷങ്ങൾ എന്തെങ്കിലും ചെക്ക് എഴുതി കൊടുത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും അതിനു വേണ്ടി എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തമൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മളൊന്നും ചെയ്തില്ല, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. മറിച്ച് നമുക്കൊറ്റ കാര്യമേ നമ്മൾ ചെയ്തുള്ളൂ. വി സിംപ്ലി ബിലീവ്ഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ വിശ്വസിച്ചത് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അതിൻ്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് നോക്കിക്കോണം, അതിൻ്റെ ആ ഘനം എത്രമാത്രം ഉണ്ടാകുമെന്ന് നോക്കിക്കോണം. നമ്മൾ അതിനുവേണ്ടി മലകൾ ചവിട്ടാൻ ശ്രമിച്ചില്ല, പുണ്യതീർത്ഥ ഇടങ്ങൾ നമ്മൾ അതിനുവേണ്ടി സന്ദർശിച്ചില്ല, നമ്മുടെ ശരീരങ്ങളിൽ നമ്മൾ വ്രണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ത്യാഗങ്ങൾ ചെയ്തില്ല, നമ്മൾ ഒത്തിരി വ്രതങ്ങൾ എടുത്തില്ല, നമ്മൾ ഒത്തിരി സാക്രിഫൈസസ് ചെയ്തില്ല, നമ്മളൊന്നും ചെയ്തില്ല. വി ജസ്റ്റ് സിംപ്ലി ബിലീവ്ഡ് that Jesus Christ has been redeemed me through his blood. അവൻ്റെ രക്തത്താൽ എന്നെ അവൻ വീണ്ടെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമാണ് ചെയ്തത്. That's why I said, how privileged we are. How privileged we are. നമ്മൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. നമുക്കൊരു 5 പൈസയുടെ ചെലവുണ്ടായില്ല രക്ഷിക്കപ്പെടാൻ. നമുക്കൊരു 5 രൂപയുടെ ചെലവുണ്ടായില്ല രക്ഷിക്കപ്പെടാൻ. നമുക്കാർക്കും പ്രത്യേകിച്ച് ഒന്നും ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നില്ല രക്ഷിക്കപ്പെടാനായി. ദൈവത്തിൽ, യേശുവിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്തത്. നമുക്കറിയാം, റോമൻ കത്തോലിസിന്റെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമൊക്കെ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന വലിയൊരു ദുരുപദേശമായിരുന്നു ഈ പാപമോചന ചീട്ടെന്ന് പറയും. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും പാപമോചന ചീട്ട്. റോമൻ കാത്തോലിസിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടി അവർ ചെയ്തൊരു പരിപാടിയാണ്. അവർ എന്ത് ചെയ്തെന്നറിയാമോ? പാപം നിങ്ങളുടെ ഇപ്പം മോചിക്ക് തരും. നിങ്ങളൊരു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ 10,000 രൂപ തന്നാൽ മതി, പള്ളിക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി തന്നാൽ മതി, അപ്പം തന്നെ നിങ്ങളുടെ പാപം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് തരും. അങ്ങനെ പാപമോചന ചീട്ട് മേടിക്കാനായിട്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമൻ കത്തോലിസിസം അങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് വന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ എതിർത്തതാണ് മാർട്ടിൻ ലൂതറൊക്കെ ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായിട്ട് പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ പാപത്തിൻ്റെ മോചനം ലഭിക്കാനായിട്ട് പാപത്തിൻ്റെ അളവനുസരിച്ച് ഇത്ര $, അല്ലെങ്കിൽ ഇത്ര €, വെച്ച് എന്ത് ചെയ്യണം? ആൾക്കാർ പേ ചെയ്യണം. പേ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും കിട്ടത്തുള്ളൂ? പാപമോചനം കിട്ടത്തുള്ളൂ. അതിനാണ് പാപമോചന ചീട്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമായി വന്നില്ല. നമുക്ക് ആർക്കും പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല. വി ജസ്റ്റ് ബിലീവ്ഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ വിശ്വസിക്കുക മാത്രം. സോ ദാറ്റ് മെയ്ഡ് അസ് ടു ബി വൺ ഹു ക്യാൻ എക്സ്പീരിയൻസ് ദ ഫ്രീഡം. പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ചു. അതിന് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തത്? ഞാൻ മുമ്പ് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഓഫ് അവർ മെറിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഓഫ് അവർ എനിത്തിങ് ദാറ്റ് വി ഹാവ് ഡൺ ഇൻ ഫേവർ ടു ഗെറ്റ് ദാറ്റ് റിഡംഷൻ. ഒന്നുമില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ദാറ്റ്സ് ദ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, പാരലലി വാട്ട് ഹാപ്പൻഡ്? Jesus Christ showed his mercy upon us, or God has shown his mercy upon us. അതാണ് 24-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ കൃപയാൽ നമ്മൾ വിശ്വസിച്ചു. ദാറ്റ്സ് റൈറ്റ്. ഫ്രം അവർ പാർട്ട്, ഫ്രം ഗോഡ്സ് പാർട്ട്, he had shown a grace and he has shown his love. ഈ 2 കാര്യങ്ങളൂടെ ചേർന്നപ്പോൾ നമുക്കൊരിക്കലും പ്രാപിക്കാൻ പറ്റാതിരുന്ന വീണ്ടെടുപ്പും മോചനവും പാപമോചനവും ദൈവം നമുക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതുമാത്രവുമല്ല, വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിനങ്ങ് കരുണ തോന്നി. കരുണ തോന്നാനായിട്ട് ദൈവത്തിന് പ്രത്യേകിച്ചൊരു ഫേവറിസം ഒന്നും നമ്മൾ ചെയ്തില്ല.
കരുണ തോന്നാനായിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ബാക്ക് ഡോറിൽ കൂടെ എന്തെങ്കിലും കൊടുത്തില്ല. പക്ഷെങ്കിൽ ഹി ഹാഡ് ഷോൺ ഹിസ് മേഴ്സി ഔട്ട് ഓഫ് ഹിസ് ലവ്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹ നിമിത്തമായി അവൻ നമ്മളോട് കൃപ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ പദം ഗ്രേസ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള പദമായി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നോട് കരുണ തോന്നാനായിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രത്യേകിച്ച് എന്നും ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു കാര്യവും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തില്ല. ഞാൻ ദൈവം മുമ്പാകെ പ്രത്യേകമായ ഒരു പദവി അലങ്കരിച്ച വ്യക്തിയല്ല. I have no any background to stand in front of God. ദൈവത്തിന് മുമ്പാകെ നിൽക്കാനുള്ള പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട പദവിയൊന്നും എനിക്കില്ലായിരുന്നു. I was not a special person to be presented myself in front of God. ഒന്നുമില്ല. ഞാനൊരു വെറും സാധാരണ വ്യക്തി. എന്നാൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയെന്ന് പറഞ്ഞാൽ that means he had a special grace without any merit. ഒരു ഗുണവുമില്ലാതെ, ഒരു പ്രയോജനവുമില്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നോട് കൃപ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും ഞാൻ ചെയ്തില്ല, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഹി ഹാസ് ജസ്റ്റ് ഷോൺ എ ഫേവർ ത്രൂ ഹിസ് ഗ്രേസ് ആൻഡ് ലവ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ പദം അവിടെ വായിക്കുന്നത് 24-ാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെ സൗജന്യമായിട്ടാണ് കൊടുത്തത് കേട്ടോ. ദർ വാസ് നോ എനി റിട്ടേൺ. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് നിന്നുള്ള ഒരു രീതി ഒന്നും ദൈവം ഡിമാൻഡ് ചെയ്തില്ല. ഇറ്റ് വാസ് ഫ്രീലി ഗിവൺ. ദൈവം നമുക്ക് ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്തത്? നൽകി തന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം മറുത്ത ഒരു കാര്യവും നമ്മളെന്ന് ഡിമാൻഡ് ചെയ്തില്ല. ഇത് തന്നാൽ അല്ലെങ്കിൽ നീ ഇങ്ങനെ നിന്നാൽ ഞാനിത് തരാം എന്നല്ല, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് ഞാൻ രക്ഷ തരാമെന്നല്ല. You just believed in Jesus Christ and washed by the power of the blood of Jesus Christ, and it was freely given to you. നിനക്കത് ഫ്രീ ആയിട്ട് തന്നു. So the first thing that made the second thing that made the man as a redeemed, because he had experienced a unusual freedom. Praise the Lord. Or an extraordinary freedom. ആദ്യം ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് ദാറ്റ് ബിക്കോസ് ഹി ഹാസ് എക്സ്പീരിയൻസ്ഡ് എ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. രണ്ട്, ഹി ഹാസ് എക്സ്പീരിയൻസ് എ ഫ്രീഡം. ആൻഡ് തേർഡ്ലി, ദ പേഴ്സൺ വാസ് എ റിഡീംഡ് മാൻ. ദ ന്യൂ ക്രിയേഷൻ ഓർ ദ ന്യൂ ക്രീച്ചർ ഈസ് ആസ് എ റിഡീംഡ് പേഴ്സൺ ബിക്കോസ് ഹി ഹാസ് എക്സ്പീരിയൻസ്ഡ് ഫോർഗീവ്നെസ്. 25-26 വാക്യങ്ങളൊന്ന് വായിക്കാമോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആരെ? യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. സോ സീ, he has been forgiven. The person has been the person has experienced a forgiveness. നമുക്ക് എന്ത് ലഭിച്ചു? നമുക്ക് പാപക്ഷമ ഉണ്ടായി. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. സോ it is also an important term. propitiation. പാപത്തിന് പ്രായശ്ചിത്തമായി യേശുവിൻ്റെ രക്തം നൽകി. Praise God. It is something related with the Old Testament understanding. ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം പഴയ നിയമത്തിൽ നമുക്കറിയാം, ഒരു വ്യക്തി പാപം ചെയ്താൽ പാപത്തിൻ്റെ പരിണിതമായി ഉണ്ടായ പാപത്തിൻ്റെ അനുഭവത്തിനായി എന്ത് ചെയ്യണം? ഒരു മൃഗത്തെ യാഗമർപ്പിക്കുകയും ആ മൃഗത്തിൻ്റെ രക്തം അതിൻ്റെ പ്രായശ്ചിത്തമായി തീരുകയും ദൈവം എന്ത് ചെയ്യുന്നു? ആ പ്രായശ്ചിത്തത്തിൽ പ്രസാദിച്ചിട്ട് ദൈവത്തിന് he became pleased by giving that blood of that particular animal as a propitiation, as something that should be given in as a ransom. അതിന് പകരമായി എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ അത് തന്നെയാണ് ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റ് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, അവനെന്ത്? തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി
എന്ത് ചെയ്തു? നിർത്തുകയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഹി മെയ്ഡ് ആസ് എ റാൻസം ഫോർ എവ്രി വൺ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നോട് ക്ഷമിച്ചത് എങ്ങനെയാണ്? ദൈവം അതിൻ്റെ പ്രായശ്ചിത്തം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമ്മോടുള്ള സ്നേഹത്തെ വെളിവാക്കാനായി ദൈവം നമ്മളോടുള്ള സ്നേഹം വെളിവാക്കാനായി തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്തെ നമുക്ക് വേണ്ടി ചൊരിയാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഒരു വലിയ ന്യായ അല്ലെങ്കിൽ ഗോഡ് ഈസ് എ വെരി റൈച്ചസ് ഗോഡ് എന്ന് പറയുന്ന, ഒരു നീതിയുടെ ദൈവമാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗോഡ് ക്യാൻ ജസ്റ്റ് ഈവൻ ഡിക്ലെയർ ദാറ്റ് ഓക്കെ ഐ ഹാവ് ബീൻ ഫോർഗിവൺ യു. ദൈവത്തിന് വേണമെങ്കിൽ പറയാം, ശരി നിങ്ങളുടെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. വിത്ത് വൺ വേർഡ് ഹി ക്യാൻ ഡു ഇറ്റ്. ബട്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് പാപം ചെയ്ത വ്യക്തി മരിക്കണം. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ്. പാപം ചെയ്ത വ്യക്തി മരിച്ചേ മറ്റത്. ഇറ്റ്സ് എ ഗോഡ്സ് റൂൾ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത് ബൈപ്പാസ് ചെയ്യത്തില്ല. എനിക്കും നിനക്കും വേണ്ടി അത് ബൈപ്പാസ് ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് എൻ്റെയും നിൻ്റെയും പാപത്തെ ദൈവത്തിന് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദർ ഈസ് എ റൂൾ, ദർ ഈസ് എ നോം, ദർ ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് if you have been committed sin, then you have to die. ആ വ്യവസ്ഥ നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഹീ ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ്. ദൈവം കരുണയുള്ള ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, തള്ളിക്കളയാത്ത ദൈവമാണ്. ഹീ ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ്. സോ ഗോഡ് വാസ് ഇൻ എ ഡെലിമ. എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ നിയമം വിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ തന്നെ മാനവ ജനത, പ്രൈസ് ദി ലോർഡ്, മൈ ക്രിയേഷൻ, ദേ ആർ മൈ ബിലവഡ്, അവരെ എനിക്ക് നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. സോ വാട്ട് ഹി ഡിഡ്, ഹി മെയ്ഡ് എ പ്രൊപ്പിസിയേഷൻ by giving his only begotten son Jesus Christ, and through his blood, അവൻ്റെ രക്തത്താൽ, അവൻ്റെ പ്രായശ്ചിത്തത്താൽ, നമ്മൾ ചെയ്ത പാപം നിമിത്തത്തിന്, നമ്മൾ ചെയ്ത പാപത്തിൻ്റെ അനുഭവത്തിന് പകരമായി യേശു ക്രിസ്തുവിൻ്റെ രക്തം അതിനുവേണ്ടി ചൊരിഞ്ഞിട്ട്, യേശു ക്രിസ്തുവിൻ്റെ മരണം അതിനുവേണ്ടി ഉറപ്പാക്കിയിട്ട് എൻ്റെയും നിന്നെയും വീണ്ടെടുത്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ നന്ദിയുള്ളവരായിരിക്കണം. ബിക്കോസ് അവർ സിൻ വാസ് ബീൻ ഫോർഗീവൺ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. Because we trusted on Christ, God has forgiven our sin. നമ്മൾ യേശുവിൽ വിശ്വസിച്ചത് നിമിത്തമായി, യേശുവിനെ നമ്മൾ സ്വീകരിച്ചത് നിമിത്തമായി, when we believe that Jesus Christ died for my sin, that the same moment we are being forgiven from our sin. ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി യേശു ക്രിസ്തുവിനെ നൽകി. So we have been experienced forgiveness. So the new man is a redeemed man. What are the experience of the redeemed man? He has experienced faith. വിശ്വാസം അനുഭവിച്ച വ്യക്തിയാണ്. He has experienced freedom. സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പ്. And he has experienced forgiveness. അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ 32-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മളോട് അങ്ങ് ക്ഷമിച്ചെന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് ഫോർഗീവ് ചെയ്തു. So that is the real experience that a new creation, a new creature in the sight of God. അത് പൗലോസ് പറയുകയാണ്. യഹൂദനെന്നില്ല, യവനെന്നില്ല, ആരുമെന്നില്ല. We are privileged to experience that redemption. We are redeemed by faith and by our experience of freedom and by our experience of forgiveness. Praise the Lord. അടുത്തൊരു ഭാഗം പൗലോസ് ഓർപ്പിക്കുകയാണ്. The new creator or a new creation as a new man, first of all, he was a redeemed person, redeemed man. And secondly, he is a righteous man. നീതീകരിക്കപ്പെട്ടവനാണ്. അടുത്ത വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായി പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. We are actually redeemed, a new man,
ബിക്കോസ് വി ആർ ലിവിങ് ഇൻ റൈച്ചസ്നെസ്. നമ്മൾ നീതീകരിക്കപ്പെട്ടവനായി ജീവിക്കുന്നു. അതിന് പൗലോസ് ഉപയോഗിക്കുന്ന ചില വസ്തുതകൾ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ഫസ്റ്റ് തിങ്, ഹി ഹാസ് എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ദി ലോ. അതായത് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ തനിക്കൊരു പുതിയ ബന്ധമുണ്ടായി. ഇവിടെ പൗലോസ് വീണ്ടും ഓർപ്പിക്കുകയാണ്, ന്യായപ്രമാണം ഓൾ ടുഗദർ ഇറ്റ് വാസ് നോട്ട് സംതിങ്, എന്താ പറയുന്നത്, ഹി വാസ് നോട്ട് ഇഗ്നോറിങ് ദി ലോ, ബട്ട് ത്രൂ വി ബൈ അവർ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലമായി വി ഹാഡ് എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ദി ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതും ദൈവത്താൽ രക്ഷിക്കപ്പെട്ടതും നീതീകരിക്കപ്പെട്ടതൊന്നും ഇറ്റ്സ് നോട്ട് ബൈ കീപ്പിംഗ് ദ ലോ. ഈ ന്യായപ്രമാണം ഇങ്ങനെ പിടിച്ചതുകൊണ്ടല്ല, ബട്ട് ബൈ അവർ പ്യുവർ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അതായത് ന്യായപ്രമാണം ഫോളോ ചെയ്തു വന്ന യഹൂദന്മാർക്ക് ഇത് ലഭിച്ചില്ല. ഈ ന്യായപ്രമാണം വളരെ കർശനമായി പിൻപറ്റിയ ആൾക്കാരാണ് യഹൂദന്മാർ. നമ്മൾ യഹൂദന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ദേ വർ വെരി പയസ്. അവരുടെ പോയിന്റ് ഓഫ് കോണ്ടെക്സ്റ്റിൽ ദേ ആർ വെരി പയസ്, വെരി റിജിഡ്, വെരി ട്രഡീഷണൽ ഇൻ വാട്ട് ദേ ആർ ബിലീവിങ്. എന്നാൽ ഈ ന്യായപ്രമാണത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സോ വി ആർ നോട്ട് റിഡീംഡ് ബൈ കീപ്പിംഗ് ദിസ് ലോ, ബട്ട് വി ആർ റിഡീംഡ് ബൈ ഹാവിങ് എ പ്യുവർ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ നമുക്കുണ്ടായ ആ നിർവ്യാജമായ വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും രക്ഷിച്ചത്. എന്നാൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ലോ? ഓഫ് കോഴ്സ് യെസ്, ലോ വാസ് എ ടൂൾ. ന്യായപ്രമാണം ഒരു ഉപകരണമായിരുന്നു. എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു ന്യായപ്രമാണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യഹൂദന്മാർക്ക് they were not able to utilize that law to connect through to Jesus Christ. യേശു ക്രിസ്തുവിലേക്ക് എത്തിക്കാനായിട്ട് ആ ന്യായപ്രമാണത്തിൻ്റെ വഴിയെ, പാലത്തെ, ആ ബ്രിഡ്ജിനെ യഹൂദന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണത്തെ ഡിലീറ്റ് ചെയ്യാനല്ല, മറിച്ച് ന്യായപ്രമാണത്തെ കംപ്ലീറ്റ് ചെയ്യാനാണ്, ഫുൾഫിൽ ചെയ്യാനായിട്ടാണ്. സോ വി ആർ റിഡീംഡ് through the help of the law, ultimately leading to Jesus Christ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ടൂൾ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ഇറ്റ് സെൽഫ് എ തിങ് ടു റിഡീം us. നമ്മെ രക്ഷിക്കാൻ ആ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിനപ്പുറത്ത് അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അലോൺ വി ആർ ബീൻ റിഡീംഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ന്യായപ്രമാണം ഇറ്റ് വാസ് എ ടൂൾ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ അവിടെ പ്രത്യേകം നമ്മൾ 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ പ്രശംസ എവിടെ എന്ന് പൗലോസിനെ ചോദിക്കുകയാണ്. അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ, സോ ദാറ്റ് ഈസ് വാട്ട്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ, വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ദി ലോ, വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ബൈ കീപ്പിംഗ് ദി ലോ, ബട്ട് ഇറ്റ് ഈസ് ത്രൂ ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു വീണ്ടെടുക്കപ്പെട്ടവനായ ഞാൻ, I am not trying to please God. ദൈവത്തെ സന്തോഷിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. God is already pleased by how? By that Jesus Christ has already done that thing for us. God is now, he is pleased with the new transformation happened to the humanity. It is the only thing that we need to do is we believe it. നമ്മളങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കിനിയും പഴയ നിയമത്തിൽ ചെയ്യുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട, പ്രായശ്ചിത്തം ചെയ്യേണ്ട. നമുക്കൊന്നും ദൈവത്തിന് മുമ്പാകെ ഇതാ എൻ്റെ പാപത്തിൻ്റെ പാപഭാരത്തിന് പകരമായിട്ട് ഇത്രയും ഞാൻ യാഗം അർപ്പിക്കുന്നു. വി നോട്ട് നീഡ് ടു പ്ലീസ് ഗോഡ്. ബട്ട് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈംസ് ഇറ്റ് വാസ് പ്രൊപ്പീസിയേഷൻ. വി ഹാഡ് ടു പ്ലീസ് ഗോഡ്
ബിക്കോസ് ടു റിഡീം ഫ്രം അവർ സിൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഗോഡ് ഈസ് ഓൾറെഡി പ്ലീസ്ഡ്. ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഹീസ് റെഡി, ഹീസ് ഓൾറെഡി പ്ലീസ്ഡ് വിത്ത് ദി വാട്ട് ഹി ഹാസ് ഡൺ. ബട്ട് ദ തിങ് ഈസ് വി ഹാവ് ടു ബിലീവ് ഇറ്റ്. ദൈവം നമുക്ക് രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഗോഡ് ഈസ് ഓൾറെഡി പ്ലീസ്ഡ് വിത്ത് us that God has been promised his freedom and forgiveness to us. But until and unless ഞാനത് തിരിച്ചറിയുന്നില്ലെങ്കിൽ we are actually misleading or we are missing the real pleasing of God. അത് ദൈവം നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ he is pleased with us by forgiving our sins. But until and unless we believe it, നമ്മൾ വിശ്വസിക്കാത്തിടത്തോളം കാലം അത് നമുക്ക് വേണ്ടി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഉദാഹരണമായി പറയാം, ഒരു കഥ പോലെ പറയാം. ഒരിക്കൽ ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആള്, അദ്ദേഹം നാട്ടിൽ കുറേ കൃഷിയൊക്കെ ചെയ്യാനായിട്ട്, ഫാമിങ്ങിന് വേണ്ടി കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് വാഴ നടാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ വലിയ വാഴ തോട്ടമൊക്കെ റെഡിയാക്കി, അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ടൊക്കെ റെഡിയാക്കിയിട്ട് അത്രയും ഏക്കർ കണക്കിന് വാഴ നടാനായിട്ട് താൻ എന്ത് ചെയ്തു, ബാങ്കിൽ ചെന്നിട്ടൊരു ലോണിന് അപേക്ഷിച്ചു. ബാങ്കിൽ ചെന്ന് ലോൺ അപേക്ഷിച്ചപ്പോൾ കാർഷിക ലോൺ എന്ന നിലയിൽ ബാങ്കുകാർ എന്ത് ചെയ്തു, പൈസ പാസ്സാക്കി പൈസ കൊടുത്തു. അങ്ങനെ ഈ അപ്പച്ചൻ ഈ പൈസയൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്തു, കൃഷി അടക്കി. വാഴയൊക്കെ കൊണ്ട് നട്ട് വാഴയൊക്കെ ഇങ്ങനെ കൊണ്ട് പൊങ്ങി നല്ല പരുവത്തിന് കയറി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം നാട്ടിലേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ മഴ അങ്ങോട്ട് പെയ്ത് ഭയങ്കര 2018 വെള്ളപ്പൊക്കം പോലെ ഭയങ്കര ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പച്ചൻ്റെ വാഴ അങ്ങോട്ട് കൊലയ്ക്കാറായ സമയത്ത് അവിടെ നട്ട ആയിരക്കണക്കിന് വാഴയെല്ലാം ഒറ്റയടിക്കെല്ലാം താഴെ പോയി വീണ് ആകെ നിരാശയായി. അപ്പച്ചൻ എന്താ വിചാരിച്ചതെന്നറിയാമോ? അപ്പച്ചൻ വിചാരിച്ചത് ഈ വാഴയൊക്കെ വളർന്ന് അതിൻ്റെ ഏത്തവാഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് വെട്ടി ചന്തയിൽ കൊടുത്ത് പൈസ മേടിച്ചിട്ട് ബാങ്കിൽ അടയ്ക്കേണ്ട ലോണും അടച്ച് എൻ്റെ കാര്യവും നടക്കണം എന്നൊക്കെ വിചാരിച്ച് ബാങ്കിൽ അടയ്ക്കാനുള്ള തിരിച്ചടവ് ഈ കൃഷിഫലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പച്ചൻ ഇതൊക്കെ കണക്കൂട്ടി ഇങ്ങനെ സ്വപ്നം കണ്ട് വാഴയൊക്കെ ഇറക്കി. പക്ഷേ ഈ പെരുമാരി അല്ലെങ്കിൽ ഈ മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ എന്ത് സംഭവിച്ചു? സകല വാഴയും നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചൻ്റെ നിരാശ കൂടി. അപ്പച്ചന് മനസ്സിലായി, ഇനിയിപ്പോൾ എനിക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, ബാങ്കുകാർ ഏത് നിമിഷവും വരും എൻ്റെ വീട്ടിൽ ജപ്തി ചെയ്യാനായിട്ട്, എൻ്റെ വീട്ടിലേക്ക് എപ്പം വേണേലും കയറി വരാം. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി തൻ്റെ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യുന്ന കണ്ടാൽ അയ്യോ ബാങ്കുകാർ വന്ന് ഇപ്പം എന്നെ ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ വളരെ വിഷമിച്ച് വരാന്തയിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഇതാ പറഞ്ഞതുപോലെ തന്നെ ഒരു കാറ് വന്ന് വീട്ടിനകത്തോട്ട് കയറി. അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചു, അപ്പം തന്നെ അതാണ് ബാങ്കുകാർ വന്നു, എൻ്റെ പുഴുവ സത്വം അവരിപ്പോൾ എടുത്തുകൊണ്ട് പോകും, ജപ്തി ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പം പക്ഷെ ബാങ്കുകാരല്ല ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അപ്പച്ചൻ്റെ ഒരു അകന്ന ബന്ധുവാണ് ആ കാറിൽ നിന്ന് ഇറങ്ങി അപ്പച്ചൻ്റെ വിശേഷമൊക്കെ അറിയാൻ വേണ്ടി വെറുതെ വീട്ടിൽ വന്നതാണ്. അപ്പച്ചൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഈ അകന്ന ബന്ധു ചെറുപ്പക്കാരനായ ആള് അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എന്താ അപ്പച്ച ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അപ്പച്ചനുള്ള ഈ കഥയെല്ലാം പറഞ്ഞു. അതായത് മോനെ എന്തോ ചെയ്യാനാ, ഞാനിങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു, തിരിച്ചടയ്ക്കാനൊക്കെ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. പക്ഷേങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, എൻ്റെ വാഴ മൊത്തം നഷ്ടപ്പെട്ടു, ഞാനിങ്ങനെ ഭയന്ന് വിറച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ജപ്തിക്കാർ വരുമെന്ന് പേടിച്ചരണ്ട് ഞാൻ വീട്ടിലിരിക്കുകയാണെന്ന് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ ഞാനൊരു കാര്യം പറയാം, ആക്ച്വലി ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഗവൺമെൻറ് ഒരു നിയമം ഇറക്കിയായിരുന്നു, ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയായിരുന്നു. അതായത് ഈ കാർഷിക ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുള്ള എല്ലാവരുടെയും കാർഷിക ലോണുകൾ എഴുതി തള്ളണമെന്ന് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയായിരുന്നു. അതിപ്പോൾ ഒരു 4-5 മാസത്തിന് മുമ്പേ പാസ്സാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്ന് പണം തിരികെ മേടിക്കുന്നില്ല, എല്ലാവരുടെയും കാർഷിക ലോണ് എഴുതി തള്ളിയായിരുന്നു. ഇത് 5-6 മാസത്തിന് മുമ്പേ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പച്ചൻ ഇതൊന്നും കണ്ടില്ലേ, വായിച്ചില്ലേ? അപ്പച്ചൻ പറയണം, മോനെ ഞാനിതിപ്പോഴാണ് അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് വാട്ട് ഐ സെഡ്. ഇതാണ് പ്രൈസ് ദി ലോർഡ് നമുക്ക് സംഭവിച്ച നീതീകരണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഇത് റിയാലിറ്റിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹി ഹാസ് പെയ്ഡ് ഇറ്റ്. അത് അവൻ നമുക്ക് വേണ്ടി യാഗമായി. പ്രശ്നം എന്താണ്? നമ്മളത് വിശ്വസിച്ചിട്ടില്ല.
ഈ അപ്പച്ചൻ 5-6 മാസം മുമ്പ് തന്നെ ദർ വാസ് എ റിഡംഷൻ ഹാപ്പൻഡ് ഫോർ ഹിം, അവന് വേണ്ടി ഒരു വീണ്ടെടുപ്പ് സംഭവിച്ചിരുന്നു. എന്നാൽ ഈ 6-7 മാസം ഈ വീണ്ടെടുപ്പ് തിരിച്ചറിയാതെ തൻ്റെ ബന്ധു വന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ അങ്ങനായിരുന്നോ, ഞാൻ ഇപ്പോഴാ അറിഞ്ഞ് എന്ന് പറയുന്നത് പോലെ 2000 വർഷങ്ങൾക്ക് അപ്പുറത്തായി കർത്താവ് എൻ്റെയും നിൻ്റെയും പാവങ്ങൾക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ മരിച്ചു. ബട്ട് ദ ഡേ വെൻ വി ബിലീവ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ മീ, ദാറ്റ് ഈസ് ദ ഡേ ദാറ്റ് യു റിസീവ് യുവർ സാൽവേഷൻ. അന്നാണ് രക്ഷയുടെ അനുഭവം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. സോ the righteous man has a new relationship with the law, and we believe a religion which is a done religion, not a do religion. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് ചെയ്താലേ രക്ഷിക്കപ്പെടുത്തുന്നല്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതാണെന്ന് നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ വി ഡോണ്ട് ഫോളോ എ ഡു റിലീജിയൻ. ഇത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടും, ഇത് ചെയ്താൽ നിനക്ക് അത് തരും, ഇത് ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാൽ ആ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. എൻ്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്താനായിട്ട്, ദ റൈച്ചസ് മാൻ ഹാസ് ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവവുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പുതിയ ബന്ധം തുടങ്ങുകയാണ്. 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. സോ ദൈവത്തിന് നമ്മളോടും ഒരു ബന്ധമുണ്ടായി. പണ്ട് യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് he had made a new relationship with us also. സക്കായിയോട് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു കാര്യം, ഇവനും അബ്രഹാമിൻ്റെ സന്തതി അല്ലയോ എന്ന് അവനെ നോക്കി റീഅഫേം ചെയ്തെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെയും നോക്കിയിട്ടും ദൈവാത്മാവ് അത് തന്നെയാണ് പറയുന്നത്. Yes, we are also the partakers of the same God and descendants of Abraham. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നമുക്കൊരു യഹൂദനായി നമുക്ക് കയറിക്കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ, അബ്രഹാം ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ബന്ധത്തിലേക്ക് അബ്രഹാമിനെയും തൻ്റെ സന്തതിയെയും ദൈവം മാറ്റിയെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് നിമിത്തമായി, യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിച്ചത് നിമിത്തമായി, we are also had a special relationship with our Lord to call him Father. Praise the Lord. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി പകർന്നു തന്നു. ഹൗ മെനി ഓഫ് യു ക്യാൻ റിജോയ്സ് ഇൻ ദാറ്റ്? ഒരു കാലത്ത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുണ്ടായിരുന്ന ദാറ്റ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് ഗോഡ് ആൻഡ് ഇസ്രായേലൈറ്റ്സ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്താൽ, God has established a special relationship with us also, that we can also have that privilege that a Jew had. അതല്ലേ 29-ാമത്തെ വാക്യം വായിച്ച് തുടങ്ങുന്നത്? അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ചോദ്യമാണ്. അപ്പോൾ ജാതികളുടെയും ദൈവമല്ലയോ? പ്രൈസ് ദി ലോർഡ്. യെസ്, we are also privileged to come under that Gentile group, and we are also privileged to have a God that Jews had. യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന അതേ ദൈവത്തിൻ്റെ പദവി ദൈവം നമുക്കും തന്നല്ലോ. അഗ്രചർമ്മികൾക്കും പരിച്ഛേദനക്കാർക്കും ഒരുപോലെ, those who are been circumcised and those who are been uncircumcised, എല്ലാവർക്കും ദൈവം പുതിയ ബന്ധത്തെ നൽകി. അവസാനമായി ഉള്ള കാര്യം ഇതാണ് പറയുന്നത്, 31st വേഴ്സ്, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ പൗലോസിൻ്റെ വാക്ക് കേട്ടപ്പോൾ യഹൂദന്മാർക്കൊരു ചോദ്യം ഉണ്ടായി. ഞങ്ങൾ ഈ കേട്ടതും വിശ്വസിച്ചതും ഞങ്ങൾ ഈ ന്യായപ്രമാണത്തെയൊക്കെ പിടിച്ച് വിശ്വസ്തയോടെ നിന്നതൊക്കെ വെറുതെയാണോ പൗലോസെ? അല്ല, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നിമിത്തം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് വി ആർ നോട്ട് അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദറ്റ് ലോ, ബിക്കോസ് വി ആർ ബീൻ റിന്യൂഡ് ബൈ ദി സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്. ഇനി ന്യായപ്രമാണമല്ല നമ്മളെ ഗവേൺ ചെയ്യുന്നത്, ന്യായപ്രമാണത്തിൻ്റെ വസ്തുതകളല്ല നമ്മളെ ഗവേൺ ചെയ്യുന്നത്. നമ്മെ ഗവേൺ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. സോ വി ആർ നോട്ട് ക്യാൻസലിംഗ് ദ ലോ, ബട്ട് വി ആർ
fulfilling or we are renewing the law through the help of Holy Spirit. യേശു ക്രിസ്തുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ മേൽ പകരപ്പെട്ട ന്യായപ്രമാണത്തെ റിന്യൂ ചെയ്യുകയാണ്. സോ നൗ വി ആർ ലിവിങ് എ ലൈഫ് ഇൻ സ്പിരിറ്റ്. ആത്മാവിലുള്ള ജീവിതമാണ്. ന്യായപ്രമാണത്തിൻ്റെ വസ്തുതകളിലൂടെയല്ല. വി ആർ ബീൻ റിന്യൂവിങ് ആൻഡ് ഫുൾഫില്ലിങ് ഓർ വി ആർ കൺഫേമിങ് ദി ലോ. ദൈവത്തിന് മുമ്പാകെ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ടുനൈറ്റ് ഐ വാസ് ട്രൈങ് ടു സേ, ആസ് വി ആസ് എ ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി എന്ന നിലയിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. എത്ര പേർ ഈ രാത്രികാലം ദൈവസനിൽ സന്തോഷിക്കുന്നുണ്ട്? വി ഗോട്ട് ദാറ്റ് റിഡംഷൻ. നത്തിങ്, ഒന്നുമില്ല, ഒന്നും കൊടുത്തില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് ബിലീവ്ഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ വിശ്വസിച്ചു. യേശുവിനെ വിശ്വസിച്ചത് മൂലമായി ദൈവം നമുക്ക് തന്ന ആ പ്രിവിലേജ് എത്രമാത്രം ശ്രേഷ്ഠമാണ്. നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസനിൽ ഒന്ന് അടയ്ക്കാമോ? സോ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 3-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ 20-ാമത്തെ വാക്യം വരെയും പറഞ്ഞപ്പോൾ we were being totally discouraged of hearing of a deprived sinful person. But today 21 onwards God is giving all the തിരുവചനം നമ്മെ reaffirm ചെയ്യാൻ the privilege that we had in Jesus Christ. ആ പദവി ദുരുപയോഗം ചെയ്യാനായിട്ട് ഇടയായിത്തീരരുത്. ഇറ്റ് ഈസ് ഫ്രീലി ഗിവൺ. ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് നമുക്ക് പലപ്പോഴും വിലയില്ലല്ലോ. ഇറ്റ് ഈസ് ഫ്രീലി ഗിവൺ, ബട്ട് ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ ഗ്രേസ് ആൻഡ് ലവ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ഫ്രീ ആയിട്ട് ലഭിച്ചെന്ന് പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കരുത്. ഫ്രീ ആയിട്ട് ലഭിച്ചതാണെങ്കിലും ഇറ്റ് ഈസ് എ highly precious thing that we have received, that we had a good relationship with our Lord. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ പഠിപ്പിച്ച കേൾപ്പിച്ച ഈ നല്ല വാക്കുകൾക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ ഈ രാത്രികാലം കർത്താവേ, നീ ഞങ്ങളോട് ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്നും ഞങ്ങളോട് ഇടപെടണമേ. ഈ റോമാലേഖനത്തിൻ്റെ വാക്കുകൾ, ഹല്ലേലൂയ, പൗലോസ് പരിശുദ്ധാത്മാവിൽ നിയോഗിച്ച് എഴുതപ്പെട്ട വാക്കുകൾ ഞങ്ങളുടെ ഈ പുതിയ നിയമ സഭയിൽ, പുതിയ നിയമ ജീവിതാനുഭവത്തിൽ ഓരോ ദിവസവും പുതിയ ക്രിയയായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. We just pray to recreate the same spirit in our life so that we can be rejuvenated with the life and the spirit in the word, Lord. Thank you for hearing our praise. ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.